കേരള യൂണിവേഴ്സിറ്റി സംവാദ പരിപാടിയിൽ പങ്കെടുത്തതിന് ജോൺ ബ്രിട്ടാസ് എംപിയോട് വിശദീകരണം ആവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ. നേരിട്ടോ പ്രതിനിധി മുഖേനയോ ഹാജരായി വിശദീകരണം നൽകണം. പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന പരാതിയിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി നൃപൻ ചക്രവർത്തി കൂടെ ചേരുന്നു. നൃപൻ, കഴിഞ്ഞ ദിവസം സർവകലാശാല രജിസ്ട്രാർ ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ല എന്ന് കാണിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജോൺ ബ്രിട്ടാസിനെതിരെ ഒരു നോട്ടീസ് നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തൊക്കെയാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ കൂടി. വിനിഷ, കേരള സർവകലാശാലയിലെ സർവകലാശാല എംപ്ലോയീസ് യൂണിയൻ സംഘടിപ്പിച്ച പ്രതിമാസ ചർച്ചാ പരിപാടിയിൽ ജോൺ ബ്രിട്ടാസ് എംപിയെ ക്ഷണിക്കുകയും അതിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തെ വൈസ് ചാൻസലർ വിലക്കിയത് വലിയ തരത്തിൽ വിവാദമായതാണ്. അതിനുശേഷം ജോൺ ബ്രിട്ടാസ് എംപി ആ സംവാദ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇതിനിടയിൽ വൈസ് ചാൻസലർ തന്നെ രജിസ്ട്രാറോട് ഇത് സംബന്ധിച്ച് എംപ്ലോയീസ് യൂണിയനോട് വിശദീകരണം ആവശ്യപ്പെടണം എന്ന നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസിൽ എംപ്ലോയീസ് യൂണിയൻ തന്നെ മറുപടിയും നൽകി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നേരത്തെ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ രജിസ്ട്രാർ ഇലക്ഷൻ കമ്മീഷന് വ്യക്തമായ വിശദീകരണം നൽകിയത്. ആ വിശദീകരണത്തിലാണ് പറയുന്നത്, കൊടിയോ ചിഹ്നങ്ങളോ മറ്റ് ഒന്നും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന തരത്തിൽ ഒന്നും സംവാദ പരിപാടിയിൽ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ പ്രചരണ വേദിയല്ല, മറിച്ച് പ്രതിമാസ ചർച്ചാ പരിപാടിയായിരുന്നു. അങ്ങനെ ഒരു സംവാദ പരിപാടിയിലാണ് പങ്കെടുത്തത്. ഇതിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമില്ല എന്ന് സർവകലാശാലയുടെ രജിസ്ട്രാർ ഇലക്ഷൻ കമ്മീഷന് വിശദീകരണം നൽകിയതാണ്. പക്ഷേ അന്ന് തന്നെ ഈ സംവാദ പരിപാടിക്ക് ശേഷം ബി ജെ പിയുടെ പ്രതിനിധിയും ഒപ്പം തന്നെ ശശി തരൂരിൻ്റെ തെരഞ്ഞെടുപ്പ് മുഖ്യ ചുമതല വഹിക്കുന്ന നേതാവും രണ്ടുപേരും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണ പരിപാടിയാണ് കേരള സർവകലാശാല യൂണിയനിൽ നടന്നത് എന്ന തരത്തിലുള്ള പരാതിയാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ജോൺ ബ്രിട്ടാസ് എംപിയോട് വിശദീകരണം ചോദിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആ നോട്ടീസിൽ പറയുന്നത്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു, രാഷ്ട്രീയ പ്രചരണ വേദിയാക്കി ഈ പറയുന്ന പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്ന ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അതിനുള്ള ആ പരിധി ലംഘിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സംവാദ പരിപാടി സംഘടിപ്പിച്ചു എന്ന പരാതിയാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നേരിട്ടോ അല്ലെങ്കിൽ പ്രതിനിധി അയച്ചോ ഇത് സംബന്ധിച്ച വിശദമായ വിശദീകരണം ഇലക്ഷൻ കമ്മീഷന് നൽകണം എന്നതാണ് നോട്ടീസിൽ പറയുന്നത്. നേരത്തെ വിനിഷ വലിയ തരത്തിൽ വിവാദമായ സംഭവമാണ്. കാരണം കേരള സർവകലാശാലയിലെ ഒരു എംപ്ലോയീസ് യൂണിയൻ നടത്തുന്ന സംവാദ പരിപാടിയായിരുന്നു ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സംവാദ പരിപാടിയാണ്. ആ സംവാദ പരിപാടിയിൽ ജോൺ ബ്രിട്ടാസ് എംപി മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം അറിയപ്പെടുന്ന രാജ്യസഭാ അംഗമാണ്. ആ നിലയ്ക്കാണ് അദ്ദേഹത്തെ അവിടെ ക്ഷണിക്കുന്നത്. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് ഈ പരിപാടിയുടെ നോട്ടീസും വിശദാംശങ്ങൾ വന്നതിന് തൊട്ട് രാവിലെ, പരിപാടി നടക്കുന്നതിന് രാവിലെയാണ് അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, പരിപാടി തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രജിസ്ട്രാർ എംപ്ലോയീസ് യൂണിയന് കത്ത് നൽകുന്നത്. പക്ഷേ യൂണിയൻ അതുമായി മുമ്പോട്ട് പോയി. എംപി അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ജോൺ ബ്രിട്ടാസ് പങ്കെടുത്ത സർവകലാശാലയിൽ നടത്തിയ പ്രഭാഷണത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിക്ക് വിശദീകരണം നോട്ടീസ് നൽകിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത്.